Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ് കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. എല്ലാ ദിവസത്തെയും പോലെ നമുക്ക് സ്മോൾ ക്യാപ്പ്, അതുപോലെ നിഫ്റ്റി, അതുപോലെ ഒന്ന് രണ്ട് സ്റ്റോക്കുകളുടെ ചാർട്ടുകളിലും പോയിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. നല്ല എൻട്രികളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചാർട്ടിൽ പോയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. ഓക്കെ, അതുപോലെ നമുക്ക് ആദ്യം തന്നെ നിഫ്റ്റി ചാർട്ടിട്ട് വരാം. നിഫ്റ്റി ഒരുപാട് നാളുകൾക്ക് ശേഷം ചെറുതായിട്ടൊരു പോസിറ്റീവായിട്ടൊരു ക്ലോസിങ് കിട്ടി. പൊതുവെ നല്ലൊരു കാലത്തൊക്കെ നല്ലൊരു പോസിറ്റീവ് ഉണ്ടെങ്കിലും അവസാന സമയങ്ങളിൽ നല്ലൊരു സെൽ ഓഫ് വരാറുണ്ട്. പക്ഷേ ഇന്ന് സ്റ്റേബിളായിട്ട് തന്നെ മാർക്കറ്റ് ഒരു ക്ലോസിങ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം എങ്ങനെയായിരിക്കും മാർക്കറ്റ് മുകളിലോട്ട് പോവോ ഇല്ലയോ എന്നുള്ളത്. കാരണം FISന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിംഗ് ആണ് മാർക്കറ്റിലെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ഞാൻ മേലെ വരച്ചിട്ട് ഒരു ട്രെൻഡ് ലൈൻ, ഈ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് ഇതുവരെ ആക്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ റേഞ്ചിൽ നിന്ന് നമുക്ക് 24,500 നിഫ്റ്റി നല്ല രീതിയിൽ മേലോട്ട് പോയി. പക്ഷേ ഇവിടുന്ന് റെസിസ്റ്റൻസ് എടുത്ത് പിന്നെ നല്ല രീതിയിൽ ഒരു താഴെയിട്ട് വന്നു. അതിനുശേഷം വീണ്ടും ഒരു റിക്കവറി ശ്രമിച്ചെങ്കിലും നമ്മൾ ആ റെസിസ്റ്റൻസ് വരഞ്ഞിട്ടുണ്ട്. ആ റേഞ്ചിൽ നിന്ന് താഴത്തോട്ട് വന്നു, വീണ്ടും ആ റേഞ്ചിലോട്ട് വന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നല്ലൊരു ഹ്യൂജ് ഒരു റെഡ് ക്യാൻഡിൽ നമുക്കൊരു സെല്ലിങ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 200 EMA സപ്പോർട്ട് എടുത്തിട്ട് പതുക്കെ കയറുന്ന പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഈ റേഞ്ച് ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് റീടെസ്റ്റ് ചെയ്തിട്ടൊന്ന് മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും നിഫ്റ്റിയിൽ ഈ ഒരു 24,600 റേഞ്ചിലോട്ടൊക്കെ പോകാനുള്ള സാധ്യത നമ്മൾ ചാർട്ട് വൈസ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എക്സാക്ട്ലി ആ റേഞ്ചിൽ നിന്നാണ് ഈ 200 EMA എന്നാണ് സപ്പോർട്ട് എടുത്തിട്ട് മേലോട്ട് കയറുന്ന ഒരു ഡോജി ക്യാൻഡിലാണ്. വലിയൊരു പോസിറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾക്ക് ഈ കഴിഞ്ഞ ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു കൂടി ഒരു സ്ട്രോങ് ആയിട്ടൊരു മൂവ്മെൻറ്റ് കിട്ടുമായിരുന്നു. കാരണം ഇന്നലത്തെ ഒരു ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈ ആണ് 24,890 റേഞ്ചിൻ്റെ മുകളിലൊക്കെ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്കൊന്നും കൂടി ഒരു സ്ട്രെങ്ത് എന്ന് പറയാമായിരുന്നു. പക്ഷെ അത്രയ്ക്ക് ഇല്ല, എങ്കിലും കൂടിയും കുഴപ്പമില്ലാത്ത രീതിയിലൊരു ക്ലോസിംഗ് ആണെന്ന് നമുക്ക് കിട്ടിയത്. അതുപോലെ നമുക്ക് സ്മോൾ ക്യാപ്പിന് ചാർട്ടിലോട്ട് പോവാം. സ്മോൾ ക്യാപ്പ് ഒരു 59 പോയിന്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഇന്ന് പൊതുവെ IT സ്റ്റോക്കുകളിലാണെന്നൊരു മൂവ്മെൻറ്റ് വന്നത്. മറ്റേ ഇൻഫോസിസ് അവർ ബൈബാക്ക് ചെയ്യുന്നുണ്ട് ഷെയറുകൾ. അപ്പോൾ അതിൻ്റേതായിട്ടൊരു പോസിറ്റിവിറ്റി ഇന്നുണ്ടായിരുന്നു. IT സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇൻഫോസിസ് ഒക്കെ 4% മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ റെസിസ്റ്റൻസ് ആണ് 18,000 എന്നുള്ളത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഡോജി ക്യാൻഡിൽസ് ഇങ്ങനെ ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ സ്മോൾ ക്യാപ്പിൻ്റെ ഒരു 200 EMA വരുന്നത് ഈ റേഞ്ചിലാണ്. ഏകദേശം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 17,800 റേഞ്ചിലാണ്. അപ്പോൾ അവിടുന്ന് വീണ്ടും ഒരു സെല്ലിങ് വരുമോ അത് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോകുമോ നമുക്കറിയില്ല. നമുക്കതും ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നോക്കേണ്ടി വരും. അങ്ങനെ ഒരു ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോവുകയാണെങ്കിൽ 200 EMA മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഒരു 18,000 കൂടി ക്ലോസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിലൊക്കെ വീണ്ടും നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ചോപ്പി മാർക്കറ്റാണ്. നമുക്ക് ഒരുപാട് സ്റ്റോക്കുകൾ മൂവ്മെൻറ്റേ വരുന്നില്ല. നമ്മൾ എൻട്രി എടുത്തിട്ട് വളരെ പതുക്കെ സ്ലോ മൂവ്മെൻറ്റാണ് സ്റ്റോക്കുകളിലൊക്കെ ഉണ്ടാവാറ്. അപ്പോൾ നമ്മളിപ്പോൾ പറയാറുണ്ട് ഗ്രൂപ്പിലാണെങ്കിലും ചെറിയൊരു 5-10% ഉള്ളിൽ പ്രോഫിറ്റ് കിട്ടിയാൽ തന്നെ ആദ്യത്തെ ടാർഗറ്റ് എക്സിറ്റ് ചെയ്യാന്നുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ ഇന്നലെ 2 സ്റ്റോക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റോക്കുകളൊക്കെ എഡ്യൂക്കേഷൻ പർപ്പസിനാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ മാത്രം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതുപോലെ ഇന്നലെ പറഞ്ഞ 2 സ്റ്റോക്കുകളാണ് നവ, അതുപോലെ IOLCP എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നവ എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് 2% ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു വീക്ക് മാർക്കറ്റിലാണെങ്കിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്ക് 2% മൂവ്മെൻറ്റ് ഇന്ന് നമുക്ക് തന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു എൻട്രി കിട്ടിയിട്ടുണ്ട്. നമ്മൾ പേപ്പർ ട്രേഡാണ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അതുപോലെ IOLCP എന്ന് പറഞ്ഞൊരു സ്റ്റോക്കിൽ നമുക്ക് ഇന്നലെ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന ഈ റേഞ്ചിൽ നിന്ന് ഒരു എൻട്രി നോക്കാന്നുള്ളത്. കാരണം ഇത് ഒരുപാട് നാളത്തെ ഒരു റേഞ്ചാണ്. നമ്മൾ വീക്ക്ലി ചാർട്ടൊക്കെ എടുത്ത് ഇന്നലെ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീക്ക്ലി ചാർട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ റേഞ്ച് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയാണ്. അതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞ് നല്ലൊരു ബ്രേക്ക് ഔട്ട്, നല്ല വോളിയത്തോടുള്ളൊരു ബ്രേക്ക് ഔട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്കൊരു എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്ന റേഞ്ചിൽ തന്നെ നമുക്കൊരു എൻട്രി കിട്ടിയിട്ടുണ്ട്. അതല്ല, ഇനിയിപ്പോൾ എൻട്രി എടുക്കാത്തവർക്കാണെങ്കിലും കുഴപ്പമില്ല. ഈ റേഞ്ചിലോട്ട് വരികയാണെങ്കിൽ ഒന്നുകൂടി ചിലപ്പോൾ ഒരു ചെറിയൊരു സെൽ ഓഫ് വന്നിട്ട് റേഞ്ചിൽ നിന്നൊക്കെ റിവേഴ്സലാവുമ്പോൾ ആ രീതിയിൽ എൻട്രി എടുക്കാം. ചില ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ബ്രേക്ക് ഔട്ട് മിസ്സായല്ലോ എന്ന് പറഞ്ഞിട്ട് എൻട്രി പോയില്ല, ഇത്രയും മേലോട്ട് പോയില്ലേ എന്ന് പറഞ്ഞ ആളുകളുണ്ടാവും. പക്ഷേ നല്ല രീതിയിലുള്ള ചില സ്റ്റോക്കുകളൊക്കെ ഇവിടെ നല്ലൊരു മൂവ്മെൻറ്റ് തരും. അപ്പം അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷേ ആ സ്റ്റോക്കുകൾ വീണ്ടും പതുക്കെ താഴത്തോട്ട് വന്നിട്ട് ഈ റേഞ്ചിൽ നിന്ന് റീടെസ്റ്റ്, ഈ റേഞ്ച് കറക്റ്റ് എക്സാക്ട്ലി ആ റേഞ്ച് തട്ടില്ല, പക്ഷേ ഏകദേശം ഈ റേഞ്ചിലോട്ട് വന്നിട്ട് വീണ്ടും ഇവിടുന്ന് റിവേഴ്സലാവുന്ന ഒരുപാട് സ്റ്റോക്കുകൾ, ചിലപ്പോൾ ഇവിടുന്ന് നല്ല രീതിയിൽ മേലോട്ട് പോകും ചില സ്റ്റോക്കുകളൊക്കെ. ഇപ്പോൾ ഈ മാർക്കറ്റ് ഒരു വീക്ക്നെസ് ആയതുകൊണ്ടാണ് ഈ സ്റ്റോക്കുകളൊക്കെ ഈ രീതിയിൽ മൂവ് ചെയ്യുന്നത്. കാരണം ബ്രേക്ക് ഔട്ട് കിട്ടിയ നല്ല മൂവ് ചെയ്യേണ്ട സ്റ്റോക്കുകളാണ്. ഏകദേശം ഈ റേഞ്ച് വരെയൊക്കെ പോകും, 143 വരെയൊക്കെ പോകും. അതിനുശേഷം പതുക്കെ സ്റ്റോക്ക് താഴത്തോട്ട് വരും.
താഴത്തോട്ട് വന്ന് ഈ റേഞ്ചിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ട് വീണ്ടും പതുക്കൊന്ന് ഇങ്ങനെ ഒരു ഡബിൾ ബോട്ടം അടിച്ചിട്ട് സ്റ്റോക്ക് വീണ്ടും മേലോട്ട് പോകും. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ എൻട്രി നോക്കാം. അത് ക്ഷമയുള്ളവർക്കേ പറ്റുള്ളൂ, അല്ലാണ്ട് പെട്ടെന്ന് എൻട്രി എടുത്തിട്ട് പ്രോഫിറ്റ് എടുക്കാൻ ഉള്ളവർക്കൊന്നും അങ്ങനെയുള്ള മെത്തേഡ് പറ്റില്ല. കുറച്ച് ക്ഷമയോടെ ഇരിക്കുന്നവർക്ക് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് വിന്നിങ് പ്രോബിലിറ്റി കൂടുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇൻട്രാഡേ ചെയ്യുന്ന പോലെ സ്വിംഗ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും വിജയിക്കില്ല. ഓക്കെ, അപ്പോൾ ഈ 2 സ്റ്റോക്കുകൾ നമ്മൾ ഇന്നലെ പറഞ്ഞ സ്റ്റോക്കുകൾ. അപ്പോൾ നമുക്ക് നാളത്തേക്ക് നോക്കാൻ പറ്റിയ 1-2 സ്റ്റോക്കുകൾ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യിടാം. വീഡിയോസ് എഡ്യൂക്കേഷൻ പർപ്പസിനാണ്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ ഒന്ന് വാച്ച് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം നമ്മുടെ എൻട്രിക്ക് ട്രിഗർ ആവുന്നുണ്ടോ, സ്റ്റോപ്പ് ലോസിലോട്ട് പോകുന്നുണ്ടോ, ടാർഗറ്റിലോട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റോക്കുകളൊക്കെ വെച്ച് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ഒരു സ്റ്റോക്ക് ക്രോസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഇന്നൊരു 3% റാലി ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരുന്നു, ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ നമ്മൾ ഡെയിലി ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ടാണ് ഈ ഒരു റേഞ്ച്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ ഒരു നല്ലൊരു പാറ്റേൺ ആണ്. നിങ്ങൾക്ക് അറിയാം, ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ ആണല്ലേ. ഞാൻ ഈ വരയുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോർമേഷൻ വന്നേക്കണം അല്ലേ. അന്ന് നല്ല ബ്രേക്ക് ഔട്ടും തന്നിട്ടുണ്ട്. ഏകദേശം നമുക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടി, അതിൻ്റെ മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ കറണ്ട് മാർക്കറ്റ് പ്രൈസ് തന്നെ എൻട്രി കൺസിഡർ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇതിൻ്റെ താഴെ ഞാനൊരു വരയ്ക്കാം, ഒരു 199 ഒക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട്. കാരണം പെർസെൻറ്റേജ് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ആളുകൾക്ക് എൻട്രി ഒക്കെ എടുക്കാൻ വേണ്ടി. എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ ട്രേഡാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ കാരണം ഇതിൻ്റെ ഓൾറെഡി റീടെസ്റ്റ് വന്നിട്ടുണ്ട്. ചെറിയൊരു ക്യാനിലാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞ ദിവസം ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടി. അതിൻ്റെ പിറ്റേ ദിവസം കണ്ടു റെഡ് ക്യാനിലാണ്, ചെറിയ റെഡ് ക്യാനിൽ. അതിനുശേഷം വീണ്ടും ഇവിടുന്ന് മേലോട്ട് പതുക്കെ അത് ഡിലീറ്റ് ചെയ്യാം. നമുക്കൊരു 1 hour ക്യാനിൽ എടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്കത് ആ ഒരു റീടെസ്റ്റിൻ്റെ ഇത് മനസ്സിലാവും കറക്റ്റായിട്ട്. കണ്ടോ, നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇവിടുന്ന് ആ 1 hour ക്യാനിലാണ് നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നു അല്ലേ. അതിന് ശേഷം കണ്ടോ കറക്റ്റ് എക്സാക്റ്റ് ഈ 1 hour ക്യാൻഡിലിൻ്റെ ആ വിക്ക് നോക്കി നോക്ക്, ആ റേഞ്ചിൽ വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മേലോട്ട് പോയി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ മേലോട്ട് പോകാനാണ് സാധ്യത. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റോക്കുകൾ മൂവ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻട്രി കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഈ റേഞ്ചിൽ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ടാർഗറ്റ് ഏകദേശം ഒരു 250 മുകളിൽ 260 നമുക്ക് ടാർഗറ്റ് വെക്കാവുന്നതാണ്. ഈ റേഞ്ചൊക്കെ നമുക്ക് ടാർഗറ്റ് എടുക്കാവുന്ന ഒരു റേഞ്ചാണ് 260 എന്നുള്ള റേഞ്ചൊക്കെ. അപ്പോൾ നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡും കിട്ടുന്നുണ്ട്. ഈ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതുപോലെ രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് കാരീസിൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് മൈനസിലാണ് ക്ലോസ് ചെയ്ത്. പക്ഷെ എന്നാലും ഈ ഒരു സ്റ്റോക്കിൻ്റെ ഓക്കെ അതൊക്കെ ഡിലീറ്റ് ചെയ്യട്ടെ. ടെലിഗ്രാമിൽ പറഞ്ഞ എൻട്രികളാണ് അതൊക്കെ. ഓക്കെ, ഈ റേഞ്ചിൽ നമ്മൾക്ക് ഓൾറെഡി ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് നടന്നുണ്ട്. ഏകദേശം കണ്ട് ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് നടന്നുണ്ട്. ഇത് ഒരുപാട് നാളത്തെ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ടാണ്. ഒരു 2024 ശേഷം പിന്നെ 2024 ഇവിടെ വന്നു, വീണ്ടും 2025 വീണ്ടും വന്നു ഒരുപാട് തവണ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യാണ്ട് സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ഒരു ബ്രേക്ക് ഔട്ട് നടത്തി, നല്ലൊരു വോളിയത്തോടുള്ള ബ്രേക്ക് ഔട്ടാണ്. അതിനുശേഷം 2 ദിവസമായിട്ട് സ്റ്റോക്ക് പതുക്കെ ഒരു ഫോളല്ല, ചെറിയൊരു മൈനസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഈ റേഞ്ചിൻ്റെ മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു റീടെസ്റ്റ് നമുക്ക് പറയാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ഒരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്കൊരു നാളത്തെ ഒരു ചെറിയൊരു ഗ്രീൻ ക്യാനിലൊക്കെ ആണെങ്കിൽ എൻട്രി കൺസിഡർ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം, അല്ലെങ്കിൽ ക്യാനിൻ്റെ താഴെ വയ്ക്കാം. പക്ഷെ അത്ര വലിയ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ വെക്കുന്നത് അത്ര സേഫ് അല്ല. ഒരു 910 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു 1002 റേഞ്ചൊക്കെ നമുക്ക് ടാർഗറ്റ് വെച്ചിട്ട് ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കാം. കാരണം ഇവിടുന്ന് ഇപ്പോൾ ഈ റേഞ്ചിൽ എൻട്രി എടുത്താലും നമുക്ക് വരുന്ന സ്റ്റോപ്പ് ലോസ് 3% ഉള്ളൂ. ടാർഗറ്റ് വരുന്നത് നമുക്കൊരു 6% മുകളിലുണ്ട്. അപ്പോൾ അത് നല്ലൊരു റിസ്ക് റിവാർഡും നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കുകളൊക്കെ നമ്മൾ പേപ്പർ ട്രേഡിനാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റിയൽ മണി വയ്ക്കാണ്ട് മാത്രം എൻട്രി കൺസിഡർ ചെയ്യുക. കാരണം ഞാൻ സെബി രജിസ്റ്റേഡ് അനലിസ്റ്റ് ഒന്നല്ല. അതുകൊണ്ട് നിങ്ങൾ എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ആൾക്കാരുടെ മാത്രം ചോദിച്ചിട്ട് എൻട്രികൾ എടുക്കുക. നമ്മൾ വീഡിയോ ചെയ്യുന്നത് എഡ്യൂക്കേഷൻ പർപ്പസിന് മാത്രം വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾക്കറിയാം യൂട്യൂബിൻ്റെ പോളിസിയൊക്കെ നിങ്ങൾക്കറിയാം. നമുക്കങ്ങനെ വീഡിയോസൊന്നും അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് പണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നു, നല്ല പ്രോപ്പറായിട്ടുള്ള ടാർഗറ്റ് മെസ്സേജിലൊക്കെ വെച്ചിട്ട്. അതുകൊണ്ടാണ് നമ്മൾ പഴയ ചാനൽ പോയത്. കാരണം പോളിസിക്ക് എതിരെ നമ്മൾ ചെയ്ത കാരണം കൊണ്ടാണ് ആ ഒരു ചാനൽ പോയത്. അപ്പോൾ നമ്മൾ വീണ്ടും അതുപോലെ കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. കാരണം അത് പിന്നീടൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് മാക്സിമം ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ രീതിയിൽ വീഡിയോസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ പണ്ട് ഇങ്ങനെ റെഗുലറായിട്ട് വീഡിയോ ചെയ്തിരുന്നതാണ്. അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഇപ്പോഴും അവർ നിരാശപ്പെടുത്തേണ്ട. ഇപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ല, കുറച്ച് പേരുള്ളൂ. പണ്ടത്തെ ചാനൽ 10,000 സബ്സ്ക്രൈബറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ. കുഴപ്പമില്ല, ഉള്ള ആൾക്കാർ മതി. അതുകൊണ്ട് നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നല്ലൊരു സപ്പോർട്ട് ഉണ്ടായാൽ മതി.
അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെ ലൈക്ക് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമുക്ക് ടെലിഗ്രാം ചാനൽ ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതിലേക്ക് നമ്മൾ നല്ല ചാർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് ടെലിഗ്രാം ചാനലിലോട്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.